അങ്ങനെ വീണ്ടും ഒരു വീഡിയോ ഇട്ട് വന്നേക്കാണ്. അപ്പോൾ കുറച്ച് നാളായി വീഡിയോ ഇട്ടിട്ട്. കാരണം വേറെ ഒന്നല്ല, അതിനെ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല എന്ന് വേണമെങ്കിൽ പറയായിരുന്നു. ഞാൻ ഇത്ര നാളും ഈ ഒരു 6 മാസക്കാലത്തോളമായിരുന്നത് ദാദ്ര നഗർ ഹവേലി ഡമൻ ആൻഡ് ഡ്യൂ എന്ന് പറഞ്ഞ ഒരു യൂണിയൻ ടെറിട്ടറിയിലായിരുന്നു. അവിടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അവിടെ എനിക്കൊരു ജോലി കിട്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ വീണ്ടും എൻ്റെ യാത്ര ഇനി കണ്ടിന്യൂ ചെയ്യാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അബു റോഡ് എന്ന് പറയുന്ന രാജസ്ഥാനിലുള്ള ഒരു സ്ഥലത്താണ്. ഇവിടെ ഇപ്പോൾ ഏകദേശം 6 ഡിഗ്രി സെൽഷ്യസ് ആണുള്ളത്. നല്ല തണുപ്പുണ്ട്. ഇനി എനിക്ക് പോകേണ്ടത് ഇവിടുന്ന് മൗണ്ട് അബു എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ ഇനി അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. മൗണ്ട് അബുവിലേക്ക് പോകാനായിട്ട് ഞാനിവിടുത്തെ ഒരു ബസ് സ്റ്റാൻഡിലേക്ക് വന്നേക്കാണ്. അപ്പോൾ ഇവിടെ ടൈം അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് 10:30 ബജെ, അതായത് 10:30ക്കാണ് ഇവിടെ ബസ് വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ബസ് വന്നതിന് ശേഷം നമ്മളിവിടെ അവിടുത്തെ കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുത്ത് നമുക്ക് ഇവിടെ നിന്ന് പോകാമെന്നാണ്. ഏകദേശം ഒരു 40 രൂപ വരുന്നതാണ് അവർ പറഞ്ഞിരുന്നത്. അത് ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് നോക്കാം എത്രയാണ്. അപ്പോൾ ബസ് വരുന്നവരെ നമുക്ക് ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ സമയം 9:30 ആയിട്ടുള്ളൂ. അപ്പോൾ 1 മണിക്കൂറോളം നമുക്ക് അവിടെ വെയിറ്റിംഗ് ഉണ്ട്. 1.25-1.5 മണിക്കൂറോളം ഈ കാണുന്ന ബസ്സിൽ നമ്മൾ യാത്ര ചെയ്ത് ഇവിടെ മൗണ്ട് അബു ബസ് സ്റ്റാൻഡിലേക്ക് എത്തിച്ചേർന്നേക്കാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ SVIM എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടെ ഞാനൊരു മൗണ്ടനിയറിങ്ങിൻ്റെ കോഴ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കോളേജ് അന്വേഷിച്ചാണ് ഞാൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞു. നല്ല വെയിലുണ്ടെങ്കിൽ കൂടിയും അതേപോലെ തന്നെ നല്ല തണുപ്പുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറേ പനകളും കാര്യങ്ങളും കാണാം. ചെറിയൊരു ഗൾഫിലൊക്കെ എത്തിയൊരു ഫീലിംഗ് തോന്നുമെങ്കിലും ഇത് മൗണ്ട് അബു ആണ്. അപ്പോൾ ഈ വഴിക്ക് നമുക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള വഴിയാണെന്നാണ് മാപ്പിൽ കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ പ്രതീക്ഷകളൊന്നും തെറ്റിയില്ല. ഇപ്പോൾ നമുക്കിവിടെ അഡ്മിഷനും കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 10 ദിവസത്തെ ബേസ് കോഴ്സാണ് ഞാനിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത്, മൗണ്ടനിയറിങ്ങിൻ്റെ. അപ്പോൾ ഇതിൻ്റെ കോളേജിൻ്റെ ബാക്കി വ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇത് കോളേജിൻ്റെ അകത്തുനിന്ന് ഹോസ്റ്റൽ സൈഡിൽ നിന്ന് ഞാൻ എടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് റൂം നമ്പർ കിട്ടിയിട്ടുണ്ട്. 101 റൂമിലാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ ബാഗും കാര്യങ്ങളും ഞാൻ ഇവിടെ ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് റൂമിലെ അവസ്ഥകൾ. നമ്മുടെ ലഗേജും കാര്യങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എവിടെ കിടക്കണമെന്നുള്ളത് ഇനി അവർ വന്നിട്ട് വേണം കൺഫേം ചെയ്യാനായിട്ട്. ഇനി നമുക്ക് നമ്മുടെ ഒരു 1500 രൂപ നമുക്കിവിടെ പേയ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത് നേരെ മെസ്സിൽ കൊണ്ടുപോയിട്ട് കാണിക്കണമെന്നാണ് പറഞ്ഞത്. അത് നമ്മുടെ 10 ദിവസത്തെ ഫുഡിൻ്റെ ചാർജാണ്. ക്യാൻറ്റീൻ ഇവിടെ നമുക്ക് ഫുഡ് ഇന്ന് കിട്ടിയിട്ടുണ്ട്. ചപ്പാത്തിയും അതുപോലെ തന്നെ ചോറ്, പിന്നെ പരിപ്പ് കറി, ക്യാബേജ് തോരൻ, പിന്നെ പയർ കൂട്ടാൻ. ഇതാണ് ഇന്നത്തെ നമ്മുടെ ഈ ലഞ്ച്. ഇനിയിപ്പോൾ എങ്ങനെ ഫുഡ് എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതേ പുറത്തേക്ക് ഇറങ്ങിയേക്കാണ്. ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ഫുഡായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. അൺലിമിറ്റഡ് ആയതുകൊണ്ട് എത്ര വേണമെങ്കിലും കഴിക്കാം. പിറ്റേ ദിവസം 5:30 കൂടി ലിമിറ്റ് കൂട്ടി എന്ന് പറയുന്ന മലയുടെ മുകളിലേക്ക് ഞങ്ങൾ കേവിങ്ങിന് വേണ്ടി പോയി. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനിയും കുറേ അഡ്വഞ്ചർ സ്പോട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല, കാരണം അവിടെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ SVM കോളേജ് മൗണ്ട് അബുവിലെ കോഴ്സ്, റോക്ക് ക്ലൈമ്പിംഗ് കോഴ്സ് വളരെ മനോഹരമായിട്ട് പൂർത്തീകരിക്കാൻ പറ്റി. അപ്പോൾ അവിടുത്തെ കോഴ്സും കാര്യങ്ങളും കഴിഞ്ഞു. ഇനിയപ്പോൾ ഞാനിവിടെ പുറത്ത് ഒരു സ്ഥലത്ത് ദേൽവാഡ എന്ന് പറയുന്ന സ്ഥലത്ത് ക്യാമ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ആശയം അവതരിപ്പിച്ചപ്പോൾ നമ്മുടെ സാറുമാരും അതുപോലെ തന്നെ ഇവിടുന്ന് കിട്ടിയ നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഒപ്പം തന്നെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നൈറ്റ് ഞങ്ങളിവിടെ ക്യാമ്പ് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ആ കാണുന്നതാണ് ഇവിടുത്തെ അർബുദ വോൾ എന്ന് പറയുന്ന വോൾ. നമ്മുടെ ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് കോഴ്സ് ഉണ്ട്. ഞാനിപ്പോൾ കഴിഞ്ഞത് ബേസിക് റോക്ക് ക്ലൈമ്പിംഗ് കോഴ്സാണ്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻസ്ഡ് കോഴ്സിൽ നമുക്ക് ആ കാണുന്ന മല മൊത്തം കയറേണ്ടി വരും. അപ്പോൾ അത് പിന്നീടത്തേക്ക് നമ്മൾ വെച്ചേക്കാണ്. അപ്പോൾ വൈഭവ് ബൈ, വാട്ട് അബൌട്ട് ടുഡേയ്സ് ക്യാമ്പിംഗ്? All of the few instructors are there, few of the students are there. We are all heading towards the camping site. Yes. This is what is the Arbuda wall. Yeah, Arbuda wall. It's okay. Around 350 feet. Yeah. Where advanced climbing will be conducted. Yeah. Our instructors are there who does without delay, without any help, without support. Just they do free climbing. Yes. This is what is the climbing world is all about. Please join this climbing exactly. initiatives. Yes. And you can see the sense of the world standing on that rock. Yeah. Okay, ठीक है, thank you.
നമ്മുടെ വൈഭവായി പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാണുന്ന മലയുണ്ടല്ലോ നമ്മുടെ അർബുദവാട്, അപ്പോൾ അതിൻ്റെ ആ കാണുന്ന ഒരു ഫേസ്, അതിലൂടെ നമ്മൾ ഒരു സേഫ്റ്റി ഇല്ലാണ്ട് കയറണം ആ റോക്ക്. അതാണ് നമ്മുടെ അഡ്വാൻസ്ഡ് കോഴ്സിലെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ അതിന് നല്ല മെൻ്റലിയും ഫിസിക്കലിയും നല്ല ഫിറ്റാണെന്നുണ്ടെങ്കിൽ മാത്രം തന്നെ കയറാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ നടന്ന് ഇവിടെ നമ്മുടെ ക്യാമ്പിംഗ് സൈഡ് എത്തിയേക്കാണ്. അപ്പോൾ നമ്മുടെ സായിൽ मेहुल है और हमारे एक मेंबर मिसिंग है अभी जो आ रहे हैं पीछे। हाँ, वो आ रहे हैं। वो इंसान को है ना, वो मकरा आदमी है, बहुत बड़ा मकरा है वो। डीएलपी है, डीएलपी बहुत मकरा आदमी है। ये इसका नाम है डीएलपी। guys just hold on, just go I and want take the holy bath in that। और मैं इसको है ना ये छवि दिख just रहा है ना, उसके wanted to अंदर give डाल you दूंगा। an update. Yes. There was an important site over there. Okay. ये आपको बोर करेगा। अब हम आपको नेक्स्ट लेक्चर देखो, में मिलते हैं। चलो जो भी बोलेगा वो दूसरे वीडियो में। चलो अभी अच्छा अच्छा अच्छा. चलो उधर कैंप साइट ഓക്കെ യെസ്. അപ്പോൾ നമ്മുടെ ക്യാമ്പിംഗ് സൈഡിലേക്ക് നമ്മൾ എൻ്റർ ചെയ്തേക്കിരിക്കുകയാണ്. അമ്പോ നല്ല ബ്യൂട്ടിഫുൾ ആട്ടോ. അരെ യാർ नो वन इज लिसनिंग। ഏതേക്ക് വെറൈറ്റി ടെൻറ്റുകളാണ് ഇവിടെ ഫുൾ അടിച്ച് വെച്ചേക്കാം കേട്ടോ. യെസ്, ഇവിടെയാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യാനായിട്ട് പോകണേ. പിന്നെ എൻ്റെ ഒരു ടെൻറ്റ് ഉണ്ട്, അതും കൂടി നമ്മളിവിടെ നിന്ന് അടിക്കും. അപ്പോൾ അതിലായിരിക്കും നമ്മുടെ ഇന്നത്തെ ക്യാമ്പിംഗ്. Guys, just a moment, see the update. Yes. The latest update being बस അങ്ങനെ നമ്മുടെ ക്യാമ്പിംഗ് സ്റ്റാർട്ട് ചെയ്യണേക്കാൾ മുമ്പ് നമ്മളിവിടെ വന്ന് റെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഫുഡ് ഇന്നത്തെ സ്നാക്സ് ആയിട്ട് കാക്ര പോലത്തെ ഇസ്കോ खाओ एंजॉय करो। ജസ്റ്റ് ഒരു പപ്പടം പോലത്തെ ഒരു സാധനമാണ്. पापड़ चपाती। യെസ്, പാപ്പഡ് ചപ്പാത്തി. ഇസ്കോ പാപ്പഡ് ചപ്പാത്തി പോലത്തെ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ ഇവിടെ റെസ്റ്റ് ചെയ്തിട്ട് ബാക്കി നമ്മുടെ ക്യാമ്പിംഗ് ആരംഭിക്കുകയാണ്. അങ്ങനെ ക്യാമ്പിംഗ് തുടങ്ങണേക്കാളും മുമ്പായിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നപ്പോൾ ഒന്ന് ചർച്ച ചെയ്തു. നമ്മളെന്തായാലും റോക്ക് ക്ലൈംബേഴ്സാണ്. അപ്പോൾ എന്തായാലും ഒരു ട്രക്കിംഗ് നടത്തി കളയാമെന്ന് വെച്ചു. അപ്പോൾ അതിന് വേണ്ടി ഒരു ട്രക്കിങ്ങിന് വേണ്ടി ഞങ്ങൾ വന്നേക്കാണ്. ഇപ്പോൾ ട്രക്കിംഗ് എന്ന് പറയുമ്പോൾ അത്ര വലിയ ട്രക്കിംഗ് ഒന്നല്ല, ചെറിയൊരു ട്രക്കിംഗ്, ജസ്റ്റ് ഓൾറെഡി മാറ്റാൻ വേണ്ടി മാത്രം വന്നുള്ളൂ. അപ്പോൾ ഇവിടെ കരടിയും പുലിയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ വൈകുന്നേരത്തിന് മുമ്പ് എന്തായാലും ഇവിടെ നിന്ന് തിരിച്ച് പോകേണ്ടതായിട്ടുണ്ട്. യെസ്, ഇവിടെ ഇപ്പോൾ ഒരു കരടീനെ കണ്ടു എന്നാണ് ഇവർ പറയണേ. അപ്പോൾ അതിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. इधर वीर कहाँ है? इसमें जूम कितना है? ओ नहीं देख रहे। अच्छा देख इसमें से रुक, मैं अब दिखाता हूँ तुझे। एक मिनट, ये इधर देख। വെയിറ്റ്. അപ്പോൾ അറ്റത്തൊരു കരടീനെ കണ്ടു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതിൽ ക്യാമറ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റണില്ല. നമ്മളിതേ ട്രക്കിങ് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴേക്കും ഇച്ചിരി നേരം വൈകി. ഞങ്ങൾ കുറച്ച് നേരം അവിടെ വർത്തമാനം പറഞ്ഞിരുന്ന കാരണം കൊണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് വിറകുകളും അതുപോലെ തന്നെ ഉണക്ക പുല്ലുകളൊക്കെ എടുത്തിട്ടുണ്ട്. കാരണം നമുക്കിന്ന് ക്യാമ്പ് ഫയറിനായിട്ട് കത്തിക്കാനായിട്ട് കുറച്ച് സാധനങ്ങളാണല്ലോ. അപ്പോൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നേക്കാണ്. അപ്പോൾ നമുക്ക് ചെറിയൊരു ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ക്യാമ്പ് ഫയർ ഇവിടെ തുടങ്ങിയേക്കാണ്. നല്ല രസമാട്ടോ. തീ കൊളുത്തി ഇപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ കത്തി, നല്ല ഉണങ്ങിയ കമ്പുകളായതുകൊണ്ട്. അപ്പോൾ ഈ തണുപ്പത്ത് കൈയൊക്കെ മരവിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഈ ചൂട് ഇവിടെ എന്തായാലും അത്യാവശ്യമാണ്. ब्लॉग माँ बाप भी देखते मेरे, नहीं देखेंगे इसका ब्लॉग। वर्कआउट लाइव। ये किसने फेंका भाई? अरे बाप, आप मुझे अकेले छोड़ रहे हो? आप नहीं भी मिल जाएगी, लड़कियां भी मिल जाएगी, दोनों. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫുഡും കാര്യങ്ങളും ചപ്പാത്തിയും അതുപോലെ തന്നെ നെയ്ച്ചോറും പിന്നെ ചിക്കൻ കറിയൊക്കെ ആയിരുന്നു. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഫുഡായിരുന്നു. അപ്പം ഇനി തണുപ്പ് ഭയങ്കര, ഇന്ന് -3 ഡിഗ്രിയിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞു കേട്ടെ. വേഗം തന്നെ ഞങ്ങൾക്ക് പോയി കിടന്നുറങ്ങാൻ പോവാണ്. കൈയൊക്കെ ആകെ തണുത്തും മരവിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്കിഷ്ടമുള്ള ടെൻറ്റിൽ പോയി കിടന്നോളാന്ന് പറഞ്ഞാണേ. അപ്പോൾ ഞാനിന്ന് ഈ കാണുന്ന ടെൻറ്റിലാണ് കിടക്കാൻ പോണേ. അപ്പോൾ നമുക്കിവിടെ പുതപ്പും അതുപോലെ തന്നെ തലോണിയൊക്കെ തന്നിട്ടുണ്ട്. ഒരുത്തൻ ഇവിടെ ഫ്ലാറ്റായിട്ടുണ്ട്. യെസ് ഗൈസ്. അപ്പോൾ തണുപ്പ് ഭയങ്കര കൂടി വരാണ്. ഞാനപ്പോൾ ഇന്ന് ഇവിടെ കിടന്നുറങ്ങിയിട്ട് നാളെ നമുക്ക് ഇവിടുത്തെ ബാക്കിത്തെ കാര്യങ്ങളൊക്കെ കാണാം. അങ്ങനെ ഇപ്പോൾ സമയം 9 മണിക്ക് അടുത്തായി. ഞാൻ ഇന്നൊരു 8 മണിയായപ്പോഴേക്കും എണീറ്റു. ഉറക്കൊന്നും അത്ര വലിയ സുഖമായില്ല. കാരണം തണുപ്പ് നമ്മൾ വിചാരിച്ചാലും നല്ല തണുപ്പായിരുന്നു. കാലും കൈയൊക്കെ മരവിച്ചിട്ട് ഏതാണ്ട് നീല കളർ പോലെയായിരുന്നു.
ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ ജസ്റ്റ് പുറത്ത് പോയി ബ്രഷിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഒന്ന് വാമപ്പായി. അതുപോലെ തന്നെ ഇന്ന് റിപ്പബ്ലിക് ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് നമ്മുടെ NCCക്കാരൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു പരേഡും നമ്മുടെ നാഷണൽ ആന്തൊക്കെ കഴിഞ്ഞ് ഞാൻ അപ്പോൾ അതേ മൊബൈലിലൂടെ ചാർജ് ചെയ്തിട്ടേക്കായിരുന്നു, അത് തിരിച്ച് എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ യെസ് ഗൈസ്, നമ്മുടെ നാസ്ത അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കാനായിട്ട് നമുക്ക് പോവാം. ഇന്നത്തെ ക്യാമ്പിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് നമ്മുടെ കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തേക്കാണ്. അപ്പോൾ മെഹുൽ ഭായിക്ക് എന്നെ പറ്റി എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞു. अभी हम लोग वाइंड अप कर रहे हैं और जीत भाई आ रहे हैं मेरी कैंप साइट पे. യെസ് ഷുവർ. अगला वीडियो थोड़ा टैग करेंगे. तुम्हारा कैंप साइट कहाँ है? अचलगढ़ माउंट आबू. अचलगढ़ माउंट आबू. ओके, तो मिलते हैं ट्रैक करके. യെസ് ഐ വിൽ കം. അപ്പോൾ ആൾക്ക് മെഹുൽ ഭായിക്ക് അവിടെ ഒരു ക്യാമ്പിങ് സൈഡ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എന്നെ ഇൻവൈറ്റ് ചെയ്തേക്കാണ് അങ്ങോട്ടേക്ക് വരാനായിട്ട്. ഓക്കെ, അപ്പം ഇനി നേരെ നമുക്ക് അങ്ങോട്ടേക്ക് ഒന്ന് പോയി നോക്കണം. ഓക്കെ, അങ്ങനെ വേറെ പൈസയോ കാര്യങ്ങളൊന്നും കൊടുക്കാണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ക്യാമ്പിങ് ചെയ്യാൻ പറ്റി. അതായത് നമ്മുടെ ഇവിടെ ഇൻസ്ട്രക്ടർമാർ, നമ്മുടെ SVM കോളേജിലെ ഇൻസ്ട്രക്ടർമാർക്ക് I told you na, speak in Hindi. യെസ് Speak in Hindi. യെസ് ഐ വിൽ ട്രൈ അഭിനയ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സാറുമാർ വഴിയാണ് നമുക്ക് ഇങ്ങനെ ഒരു ക്യാമ്പിങ് സെറ്റായിട്ട് കിട്ടിയത്. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. ഇത് നമ്മുടെ പാർത്തുവായാണ്. ഹലോ. യെസ്, അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് വിട പറയാണ്. ബൈ ബൈ. ഓക്കെ, थोड़ा से व्लॉगिंग कर रहे हैं. Please हिंदी में बोलो, हमको समझ में आएगा. हिंदी में अभी मैं फ्लुएंट नहीं है, बाद में करेगा. नक्की लेक. इसको यहाँ के राजा ने नाखून से खोद के निकाला था. नाखून से? नाखून से. यहाँ पे हाँ. एक रानी थी, हाँ उसका स्वयंवर था. हाँ. तो उसमें ऐसी शर्त रखी थी अच्छा. हाँ कि जो भी नाखून से एक झील या पाउंड खोदेगा ना, हाँ. उसी रानी की उसके साथ शादी होगी. ओ तो फिर पूरी रात, अगर सुबह होने से पहले, अच्छा. तो सुबह होने से पहले उस राजा ने नाखून से पूरी इस झील को खोदा था. ओहो. और जो लड़की थी ना, हाँ. जो रानी थी, उसकी जो मदर थी, अच्छा. तो उसने सुबह ऐसे ही कुड़ू बोल दिया था और शादी नहीं होने दिया था. അപ്പോൾ ഈ ഒരു നക്കി ലേക്കിൻ്റെ ഹിസ്റ്ററി ഇവർ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു ആദിവാസി പെൺകുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആളെ കല്യാണം കഴിക്കാൻ വേണ്ടി വേറൊരു ആദിവാസി ചെക്കൻ ആഗ്രഹിച്ചതിൻ്റെ ഭാഗമായിട്ടൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. അതായത് ആളുടെ സ്വന്തം നഖം കൊണ്ട്, നാക്കൂൻ കൊണ്ട് ഒരു ലേക്ക് ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ആള് സ്വന്തം നാക്കൂൻ കൊണ്ട് ഒറ്റ രാത്രിയും കൊണ്ട് ഉണ്ടാക്കിയ ലേക്കാണ് ഇത് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് ഐതിഹ്യം ഇതിൻ്റെ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു ആർട്ടിഫിഷ്യൽ ലേക്കായിട്ടാണ് ഈ ഒരു നക്കി ലേക്ക് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ ഒരു മാജിക് ചെയ്യാനായിട്ടൊരു പയ്യൻ വന്നിട്ടുണ്ട്. ആൾക്കൊരു 10 മിനിറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആൾ കുറച്ച് മാജിക് ഒക്കെ ചെയ്ത് എൻജോയ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ? भैया वही वाली माटी फिर से उठाएंगे, बोल देंगे गुछड़ू कोई नहीं. पकड़ो भैया, खींच के देखो सिंगाले के डबल. अपना हाथ दिखाओ. खड़े हो जाओ, खड़े तो हो जाओ. वो इधर पैर में छुपाया हुआ. 2 बनेंगे भैया, नजर में आए तो बता देना 2 कैसे बनेंगे. सब यहाँ करूँगा भैया, नजर में आए तो बता देना. देखो 2 बनेगा, 2 हो जाना, 2 बन जाना. थैले से थोड़ी सी माटी को लेंगे और देखो भैया 3 बार हाथ को घुमाऊंगा, 2 बनाऊंगा. नजर में आए तो बता देना. डाल दिया? नहीं डाला नहीं भैया, अभी देखो अभी एक ही है. नहीं इसमें नहीं, सुकर रहा है अभी एक ही. वो तो क्या है भैया, जब मैंने है ना, जब मैंने ऐसे करके और थैले में हाथ डाला ना, आपको क्या लगा कोई निकाल के डाल, वो एक ही था भैया. ये देखो भैया 1 2 3 बार ठोकेंगे, माटी को लगाएंगे और देखो भैया तोड़ कर ऐसे 2 कोई नहीं. अरे यार, ये देखो भैया 2 कोई नहीं. देखो फूक मारूंगा, पकड़ो भैया. कोइन का सन देखो, फूक मार के कटोरी में डाल दो. कितने सन का कोइन. ये देखो भैया मेरे पास में है 3 कपड़े की गोटी, कपड़े की बोल. नाम भी सुनाया भैया, नाम सुना. इसका है रवीना टंडन और इसका मैं नाम रखूंगा शिल्पा शेट्टी और ये दीपिका पादुकोण. ठीक है, लाओ कोइन दे दो भैया. मजाक मत करो यार. हेलो, अरे यार मैंने दिया था. नहीं दिया था. नहीं दिया सच में. बोलो वो देखो भैया के पास थोड़ी सी आपकी भैया, थोड़ी सी आपका. ओ माय गॉड, ये कैसे? अरे यार, बचपन वाली अरे ये बोले दिल्ली घूमने जाएगी. देखो ये दिल्ली दीपिका पादुकोण नहीं तो जाना. देखो ये भाग जा. ये देखो ये दिल्ली गई.
ये बोले मुंबई जाएगी, देखो ये मुंबई, ये देखो भैया गई कितनी हो गई, 2 हो गए ना इसमें। नहीं उसमें एक भी नहीं है भैया, दिल्ली मुंबई गई। अरे ये बोले आगरा घूमने जाएगी, ये देखो आगरा घूमने, ये गई देखो ये दिल्ली से आ गई, ये देखो ये मुंबई से आ गई, आगरा से आ अरे गई। ये देखो ये समझ में नहीं आया, फिर से देखो इसमें कितनी बोले भैया, एक है इसमें, इसमें कुछ नहीं है कुछ नहीं है, कुछ नहीं है। वैसे बताओ इसमें 2 है उसमें कुछ नहीं है हाथ में भैया, इसमें एक है। ये गई तो देखो 2 हो गई, ये देखो भैया निकली, कुछ नहीं है कुछ नहीं है बोला शिल्पा शेट्टी रवीना। ये देखो भैया कोई ना, देखो कोई ना, फूक मारो भैया, आ जाओ इसमें ही फूक मारो, वो मुट्ठी में आ जाओ, डर गया चला, बस भैया यही कला और Nice. मजा आया तो खुशी से यार दो भैया। യെസ് ബ്രോ ബഹുത് അച്ഛാ ലഗാ. അപ്പൊ അവന്റെ മാജിക് നല്ല അടിപൊളിയായിരുന്നു. ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ചെക്കൻ കിടലിനായിട്ട് മാജിക് ചെയ്ത് അവൻ പൈസ ഉണ്ടാക്കാണ്. ഓഹോ ഇതൊക്കെ ശരിക്കും സമ്മതിക്കണം. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു പരിപാടി കാണണേ, സ്ട്രീറ്റ് മാജിക് ഒക്കെ. ശരിക്കും മൈൻഡ് ബ്ലോവിങ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ അമ്മു. അപ്പോൾ ഈ കാണുന്നതാണ് മൗണ്ട് അബൂലെ മാർക്കറ്റ്. നല്ല നല്ല അടിപൊളി വൈബാട്ടോ ഇവിടെ. ഏതാണ്ട് ഗോവയിലൊക്കെ എത്തിയൊരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിന്നൊരു സോഫ്റ്റ് ടീ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഓർഡർ ചെയ്തത് വാനില ചോക്കോ ഡിപ്പ് സോഫ്റ്റ് ടീ ആണ്. പിന്നെ ഈ ഉണ്ടാക്കുന്നതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം റബഡി. അതായത് കുറേ നേരം പാലിങ്ങനെ ചൂടാക്കി ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. അതിൽ വേറെ എന്തൊക്കെ ചേർക്കും. അതിന് ടേസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് നമ്മുടെ നാട്ടിലെ പാലട പായസം ഉണ്ടല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റാണ്. നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ വേറെ നമ്മുടെ ജിലേബി, ഇനി ഇതെന്താണെന്ന് അറിയില്ല. യെസ്, അങ്ങനെ ഞങ്ങളുടെ ടീംസ് എല്ലാവരും കൂടി സോഫ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വെറൈറ്റി ഫുഡ്സ് ആണ്. അതേ നമ്മുടെ വിശാൽ സാർ ആള് ഒരു സ്പെഷ്യൽ ആയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. യെസ്, നമ്മുടെ പാർസ് ഭായ്, സാഹിൽ ഭായ് സ്ട്രോബെറി ഫ്ലേവർ, നമ്മുടെ അക്ഷത്, മെഹുൽ, വൈഭവ്, എല്ലാവരും വൈഭവ് റബഡി കഴിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. ये DLP है, DLP DLP का फुल फॉर्म मैं बाद में बताऊंगा। സോഫ്റ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഏതോ ചായ എന്നാണ്. പക്ഷെ ഈ സാധനത്തിന് കേട്ടോ സോഫ്റ്റ് എന്ന് പറയണേ. കൊള്ളാം, നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഒരു ഐസ്ക്രീം പോലൊക്കെ തന്നെ. മൗണ്ട് അബൂൽ കാണാനായിട്ട് ഇനിയും കുറേ സ്ഥലങ്ങളുണ്ട്. പക്ഷേ നമുക്ക് അങ്ങോട്ടേക്കൊന്നും പോകാൻ സമയമില്ല. അപ്പോൾ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം നിങ്ങൾ തന്നെ വന്ന് ഇവിടെ എക്സ്പ്ലോർ ചെയ്യണം. ഞാനെല്ലാം കാണിച്ചതുകൊണ്ട് അതിലൊരു ത്രില്ല് ഉണ്ടാവില്ല. അപ്പോൾ ഇനി നമ്മുടെ യാത്ര നേരെ അഹമ്മദാബാദിലേക്കാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 2 ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. അവരുടെ ഒപ്പം ആയിരിക്കും ഞാൻ യാത്ര ചെയ്യാൻ പോകുന്നത്. അവരുടെ വീട്ടിലായിരിക്കും ഞാൻ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ മൗണ്ട് അബു യാത്ര ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ.